ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂക്കയെക്കുറിച്ച് സിമ്രാൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഓരോരുത്തർക്കും ഓരോ വ്യക്തികളോട് അടുപ്പങ്ങളുണ്ടാകാം. അതൊക്കെ നമ്മുടെ വേവ് ലെങ്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ചിലർക്ക് മമ്മൂട്ടിയുടെ അഗാധമായ ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ ചിലർക്ക് മോഹൻലാലിനോട് അത്ര അടുപ്പങ്ങൾ തോന്നാറുണ്ട്. ഇവരെ ആരും ഒരുപക്ഷെ നമ്മൾ പേഴ്സണലായിട്ട് അറിഞ്ഞിട്ട് പോലുമില്ല. അതാണ് ആരാധന എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ നമ്മൾ അവരെ നെഞ്ചിലേറ്റുമ്പോൾ അവർ നമ്മളുടെ സ്വന്തം ആളുകളെക്കാൾ കൂടുതൽ നമ്മളിലേക്ക് എത്തുന്ന ഒരു കാര്യം. അതുതന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞ 45-50 വർഷമായി മലയാളത്തിൽ ഫാൻ ഫൈറ്റുകൾ പോലും നമ്മൾ കാണുന്നത്. ഇന്ന് സിമ്രാൻ പറഞ്ഞ ആ ഒരു വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. മമ്മൂക്ക അകത്തും പുറത്തും വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. 1996 ആദ്യമായിട്ട് ഇവർ തമ്മിൽ ഒരു സിനിമ ചെയ്യുന്നതെന്നും ഒരേ ഒരു സിനിമ മാത്രമാണ് ചെയ്തതെന്നും സിമ്രാൻ പറയുന്നു. അതിൽ തന്നെ നായിക പോലും ആയിരുന്നില്ല. 2ഓളം പാട്ട് സീക്വൻസ് ഉണ്ട്, അതിനകത്തിലാണ് ഒരുമിച്ചുണ്ടായിരുന്നത്. പക്ഷേ അന്ന് തന്നെ അവർക്ക് തോന്നി അദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗർ തന്നെയാണ്. അതെ, പുതുതലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുതുതലമുറയെ നയിക്കുന്ന ഒരു നേതാവ് എന്ന് അന്ന് തോന്നിയെങ്കിൽ ഇന്നും മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്നും മമ്മൂട്ടി അത് തുടരുന്നു എന്നുള്ളതാണ്. നീണ്ട 10-35 വർഷങ്ങൾക്ക് ശേഷവും മമ്മൂട്ടിയിൽ യാതൊരു മാറ്റവുമില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകനേക്കാൾ കൂടുതൽ സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകളാണ് അദ്ദേഹം. അതാണ് സിമ്രാൻ പറഞ്ഞു വരുന്നത്. എന്താണേലും മമ്മൂട്ടി എന്ന വ്യക്തി അകത്തും പുറത്തും മനോഹരമായ വ്യക്തിത്വത്തിന് ഉടമയെന്നാണ് നടി സിമ്രാൻ തന്നെ പറയുന്നത്. അവസാനമായി സിമ്രാൻ മമ്മൂട്ടിയുടേതായി കണ്ട സിനിമ ബസൂക്കയാണ്. ബസൂക്കയിലെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ലുക്കും ഫീലും എല്ലാം ഇന്നും ഫ്രഷ്നെസ് ആണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. അതെ, ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു നായിക, നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരേപോലെ ആരാധകരുള്ള ഒരു നായികയുടെ കയ്യിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഇതുപോലെ തന്നെയാണ് അവർക്ക് പലർക്കും ഇഷ്ടമുള്ള നടന്മാരെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, അതെ, മമ്മൂട്ടി ബാക്കി ഉള്ള യൂത്ത്, ഇന്നത്തെ യൂത്തിന് പോലും ഐക്കോണിക് ആയിരുന്നു 10-35 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നും അത് തുടരുന്നു. ഇന്നും യൂത്ത് അദ്ദേഹത്തിൻ്റെ പിറകെ തന്നെ കൂടുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഏതൊരു നടനാകണമെന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയും ആദ്യം ആഗ്രഹിക്കുന്നത് മമ്മൂട്ടിയെ പോലെ ഒരു നടനാകണം. കാരണം അത്രത്തോളം വെറൈറ്റി ആയിട്ടും വ്യത്യസ്തത പുലർത്തുന്ന ക്യാരക്ടറിലൂടെ അദ്ദേഹം വരുന്നു. പലർക്കും ഹാർഡ് കോർ ആയിട്ട് പല നടന്മാരെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ ഇഷ്ടമുണ്ടാകാം. പക്ഷേ അഭിനയം ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ അഭിനയിക്കണമെന്ന മോഹമായി വരുന്നവരും ആദ്യമായി ഒരു സിനിമ ചെയ്യണം എന്നുള്ളവരും ഒക്കെ ആദ്യമായിട്ട് അവരുടെ മനസ്സിൽ വരുന്നത് 90% ആളുകളുടെയും ഉള്ളിൽ മമ്മൂട്ടിയെ അപ്രോച്ച് ചെയ്യുക, മമ്മൂട്ടിയെ പോലെ ആവുക എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരനായി വന്ന ഒരു വ്യക്തി ഇത്രത്തോളം ഗംഭീര നടനാകണമെങ്കിൽ അതിന് നമ്മളെപ്പോലെയുള്ള സിനിമ മോഹവുമായി നടക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഇൻബോൺ ടാലൻ്റ് അല്ലാത്ത 99% ആളുകൾക്കും ഒരേ ഒരു വഴി, അത് മമ്മൂട്ടിയെ പോലെ ആവുക. അതെ, ഹാർഡ് വർക്കിലൂടെ, സ്മാർട്ട് വർക്കിലൂടെ, കഷ്ടപ്പെട്ട് അതിനുവേണ്ടി ഡെഡിക്കേഷനിലൂടെ ആവുക. അതുതന്നെയാണ് സിമ്രാൻ്റെ വാക്കുകളും വരുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.